പ്രശാന്തേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കയിലെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു ബ്രാഹ്മണ വിദ്യാർത്ഥി ഈ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു കോളേജ് മാഗസിൻ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു ലേഖനം എഴുതി എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ നടപടി നേരിട്ടിരിക്കുകയാണ്. മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നങ്ങനെയാണ് അതിൻ്റെ പേര്, MIT. അപ്പോൾ അതിൻ്റെ ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കോളേജ് മാഗസിനിൽ ഈ US മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT അതിൻ്റെ കോളേജ് മാഗസീനിൽ എഴുതിയ ലേഖനമാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥിക്ക് പുലിവാലായിരിക്കുന്നത്. ഇയാളുടെ പേര് പ്രഹ്ലാദ് അയ്യങ്കാർ എന്നാണ്. ഇയാൾ 2026 ജനുവരി വരെ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, പുറത്താക്കിയിരിക്കുകയാണ്. കോളേജിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. 5 വർഷത്തെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ഗ്രാജുവേറ്റ് റിസർച്ച് ഫെല്ലോഷിപ്പ്, അങ്ങനെ ഒരു ഫെല്ലോഷിപ്പ് ഇയാൾക്കുണ്ട്, അത് അവസാനിപ്പിച്ചു MIT. ഗുരുതരമായ നടപടികളാണ് നേരിട്ടിരിക്കുന്നത് അയാൾ. ഇതിന് കാരണം വളരെ വളരെ ദയനീയവും ഭയാനകവുമാണ്. ഇയാൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലാണ് പഠിച്ചിരുന്നത്, പ്രഹ്ലാദ് ജോഷി. അതിൽ PhD ചെയ്യുകയാണ്. സാധാരണ വിദ്യാർത്ഥിയല്ല, വളരെ ഉയർന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഈ പാലസ്തീൻ അനുകൂല റാലികളിൽ ഇയാൾ പങ്കെടുത്തിരുന്നു നേരത്തെ. അങ്ങനെ ഇയാൾക്ക് 2023 ഇയാൾക്കെതിരെ സമാനമായ ഒരു നടപടി വന്നിരുന്നു. അന്ന് താക്കീതൊക്കെ കൊടുത്തിരുന്നതാണ്. അന്ന് ചെറിയൊരു സസ്പെൻഷനിൽ മാത്രം അത് ഒതുക്കി, എന്നിട്ട് പറഞ്ഞ് ഇനി ഇങ്ങനെ ഉണ്ടായാൽ നിങ്ങളെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. 2026 ശേഷം അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് സർവകലാശാല കടക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഈ സ്റ്റുഡൻറ് മാഗസിൻ, അത് റൈറ്റ് ആൻഡ് റെവല്യൂഷൻ എന്ന മാഗസിനിലാണ് ഇയാളുടെ ലേഖനം പ്രസിദ്ധീകരിച്ചത്. അത് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് ആ സർവകലാശാല അധികൃതർ നടത്തിയ പരിശോധനയിൽ വെളിപ്പെട്ടത്. അതുകൊണ്ട് ആ മാസികയെ അവർ നിരോധിച്ചു. ഈ സ്റ്റുഡൻറ് മാഗസിൻ അതും നിരോധിച്ചിരിക്കുകയാണ്. തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ, നമ്മളിവിടെ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ മറ്റത് ലിബറേഷൻ ഓഫ് പാലസ്തീൻ, പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ, അതാണ് ആ സംഘടനയുടെ പേര്. അതിൻ്റെ ലോഗോയും ചിത്രങ്ങളും എല്ലാം ആ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇയാൾ ആ സംഘടനയുമായിട്ട് ബന്ധമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് അതീവ ഗൗരവമായിട്ടാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ കാണുന്നത്. അവർ കൃത്യമായിട്ട് ഇതിൽ നടപടിയെടുക്കും എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞു. ഈ 2020 വരെ ഇയാൾ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, മര്യാദയ്ക്ക് പഠിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ PhD ഒക്കെ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ഉന്നത ഡിഗ്രികളൊക്കെ നേടി വന്നാൽ മാത്രമേ അമേരിക്കയിലേക്ക് PhD എടുക്കാൻ പറ്റൂ. അങ്ങനെ ചുമ്മാ സാധാരണക്കാരനൊന്നും ഈ ഇവിടെ വാഴക്കുല തീസിസ് എഴുതി PhD വാങ്ങുന്ന പോലെയൊന്നും അമേരിക്കയിൽ നടക്കത്തില്ല. ഇന്ത്യക്ക് പുറത്ത് ഒരു സ്ഥലത്തും അത് നടക്കത്തില്ല. പോട്ടെ. അപ്പോൾ 2019 ഇയാൾ യൂറോപ്പിലൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്ന പടമൊക്കെ ഉണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റും ഇയാൾ പങ്കുവെച്ചതാണ്. ഈ കൂട്ടുകാരൊക്കെ അതിശയിക്കുകയാണ്, ഇയാൾ ഇതെങ്ങനെ മാറി? ഇയാൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീനു വേണ്ടി, പാലസ്തീൻ വിമോചനത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയാം. അതായത് ഇത് നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, ഇത് നമ്മുടെ ദന്ത ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി നിമിഷ അഥവാ ഫാത്തിമ, തിരുവനന്തപുരത്ത് ആറ്റുകാൽ സ്വദേശിയാണ്. ബിന്ദു എന്നൊരു അമ്മയുടെ മകളാണ്. ഈ പെൺകുട്ടി ആദ്യം ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലായി, പിന്നെ ആ ബന്ധം ഒഴിഞ്ഞു. അവനുമായിട്ട് പഠിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് മതം മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ആ പെൺകുട്ടി നിസ്കരിക്കാനും ഇസ്ലാമിക ആചാരങ്ങൾ പിന്തുടരാനും ഒക്കെ തുടങ്ങി. അതിനുശേഷം അയാൾ പിന്നീട് എങ്ങനെയോ പിന്മാറി ഈ സ്നേഹബന്ധത്തിൽ നിന്ന്. അങ്ങനെ ഈ കുട്ടി വേറൊരു ക്രിസ്ത്യൻ പയ്യനുമായിട്ട് പ്രേമത്തിലായി. ആ പയ്യനും ഈ പെൺകുട്ടിയും വേറൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയും ഈ നിമിഷ സ്നേഹിച്ചിരുന്ന ഈ ക്രിസ്ത്യൻ പയ്യൻ്റെ അനുജനും, ഇവരെല്ലാവരും തമ്മിൽ സ്നേഹത്തിലാവുകയും ഇവർ 4 പേരും ഒരുമിച്ച് മതം മാറുകയും ചെയ്തു.
എന്നിട്ട് ഇവർ ISIS-ൽ ചേരാൻ വേണ്ടിയിട്ട് സിറിയയിലേക്ക് പോയി എന്നാണ് പിന്നീട് നമ്മൾ കേട്ട കഥ, അല്ലേ? അതെ അതെ അതെ, തീർച്ചയായും. അവിടുന്ന് അവരിപ്പോൾ അഫ്ഗാൻ ജയിലിൽ വന്ന് അവിടെ കിടക്കുകയാണ്, അഫ്ഗാൻ ജയിലിൽ കിടക്കുകയാണ്, അല്ലേ? തീവ്രവാദ പ്രവർത്തനത്തിന് പോയി എന്നും പറഞ്ഞ്, ഭീകരപ്രവർത്തനത്തിന് പോയി എന്നും പറഞ്ഞ് അവരെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത്. ഇപ്പോൾ അഫ്ഗാനിലെ ഭരണം താലിബാൻ ആണെങ്കിലും നിയമത്തിൻ്റെ വഴിക്ക് നടക്കുമല്ലോ. അങ്ങനെ ഈ പെൺകുട്ടിയും ഭർത്താവും ഒക്കെ ഇതിനൊരു കുഞ്ഞുമായി കഴിഞ്ഞു. ഇപ്പോൾ ഇവരെല്ലാം ജയിലിലാണ്. ഇപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ നമ്മുടെ ഗവൺമെന്റ് അനുമതി കൊടുക്കുന്നില്ല. ഗവൺമെന്റ് പെട്ടെന്ന് അത് അനുമതി കൊടുക്കാൻ സാധിക്കില്ല, ഒരുപാട് നൂലാമാലകളുണ്ട് അതിനകത്ത്. അല്ല, അങ്ങനെ അനുമതി കൊടുക്കുകയും ചെയ്യും. അതെ, അങ്ങനെ പെട്ടെന്ന് അനുമതി കൊടുക്കാൻ സാധിക്കുമില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ സംഭവങ്ങൾക്കൊക്കെ ഒരു സമാനത തോന്നുന്നില്ലേ? തീർച്ചയായും, അതാണ് ഞാൻ പറയാം. അല്ലേ? തീർച്ചയായും. എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ ആ കാര്യത്തിൽ? അല്ല, ഇത് ഒരു തരത്തിൽ ഇന്ത്യയിൽ നടക്കുന്നതിൻ്റെ വേറൊരു പതിപ്പാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നതിൻ്റെ വേറൊരു പതിപ്പ്. കാരണം എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലൊക്കെ ഉൾപ്പെട്ട ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ഡോക്ടർമാരൊക്കെ ഇത്തരത്തിൽ പെട്ടെന്ന് അപ്രത്യക്ഷരാകുകയും അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവരൊക്കെ IS-ൽ ചേരാൻ വേണ്ടി പോയി. കാസർഗോഡ് ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് അത്തരത്തിൽ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പുറത്ത് വരാത്ത ചില സംഭവങ്ങളുണ്ട്. അതായത് മിസ്സിംഗ് ആയതിനു ശേഷം അവരൊക്കെ ഈ IS-ലേക്ക് പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് വ്യക്തമായ തെളിവൊന്നുമില്ല. കാരണം ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം അത് എത്രമാത്രം അത് പുറത്തു വിടുന്നൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേര് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അതിന്റെ ഒരു NIA-യും അവരൊക്കെ കൃത്യമായി ഇക്കാര്യം നിരീക്ഷിക്കുന്നുണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ പോലും എന്താണ് പൂർണ്ണമായും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് പൂർണ്ണമായും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതായത് ലവ് ജിഹാദ് ഒരു മുസ്ലിം, ഇസ്ലാം, ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള പെൺകുട്ടികളെ സ്നേഹം നടിച്ച്, യഥാർത്ഥ പ്രണയത്തിനോട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, പക്ഷെ സ്നേഹം നടിച്ച് അവരെ മതം മാറ്റി പിന്നീട് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ വൃത്തികേടിന് എതിരെ സംസാരിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊടുത്തൊരു സത്യവാങ്മൂലത്തിലും വിവരാവകാശ മറുപടിയിലും പറയുന്നത് ലവ് ജിഹാദിന് തെളിവൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതെന്നെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു കാര്യമാണ്. കാര്യം ഇവിടെ അതിന്റെ വാസ്തവം ഞാൻ പറയാം. ഇത് ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ റിപ്പോർട്ടിങ്ങിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഹൈക്കോടതിയിലും ഈ കേസ് കേരള ഹൈക്കോടതിയിൽ പണ്ട് വന്നതാണ് 2009-10 ആ കാലത്ത്. അപ്പോൾ അന്ന് ജസ്റ്റിസ് ശങ്കരന്റെ ബെഞ്ചിലാണ്. അപ്പോൾ അവിടെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് കോടതി അവസാനം ഇങ്ങനെയുള്ള മതം മാറിയുള്ള കല്യാണങ്ങളിൽ, വിവാഹങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും ഇതൊരു ശരിയായ കാര്യമല്ലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു ഉയർന്ന IPS ഉദ്യോഗസ്ഥൻ്റെ വളരെ അടുത്ത ബന്ധു ഇതുപോലെ കാണാതായപ്പോഴാണ് ഈ കേസ് ഉയർന്നു വരുന്നതും ഒരു ഹേബിയസ് കോർപ്പസ് കോടതിയിലേക്ക് വരുന്നതും ഒക്കെ. ഇരിക്കട്ടെ, അന്ന് കോടതി നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്. പക്ഷേ പോലീസ് അന്വേഷണത്തിലും ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നില്ല. ഒരു സംഘടിതമായ ഈ മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രേമം നടിച്ച് വശീകരിച്ച് പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്ന് വിവാഹ വാഗ്ദാനം നൽകി മതം മാറ്റിയതിന് ശേഷം വിവാഹം കഴിക്കുന്നു, കുറച്ച് നാൾ ഒരുമിച്ച് താമസിക്കുന്നു, പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്നില്ല. ഇത് ഒരു അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അത് നിമിഷയുടെ കാര്യത്തിലും നമുക്ക് മനസ്സിലായതാണ്. ഇത് ഒരു സംഘടന ഇത് നടത്തുന്നില്ല, അല്ലെങ്കിൽ ആ പേരിൽ ഒരു സംഘടന ഇല്ല എന്നാണ് കോടതി എന്ന് പറഞ്ഞത്. ഇതിന്റെ ഒരു വിശദീകരണമാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഈ പ്രഹ്ലാദ് അയ്യങ്കാരുടെ ഈ മനം മാറ്റം, ഇത് മതം മാറ്റം മാത്രമല്ല, ഒരു മനം മാറ്റം കൂടിയാണ്, അല്ലെ? നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടാൻ പോകുന്ന തരത്തിൽ അങ്ങനെ ഒരു മനം മാറ്റം അയാൾക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഇതെന്താണ് എന്ന് ശരിക്കും അമേരിക്കക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഇതെന്താണ്. ഒരാൾ ബ്രാഹ്മണനായിരുന്നു, പൂണൂലൊക്കെ ധരിച്ച് നിൽക്കുന്ന പടങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ അത് ഒരുപാട് ഓടുന്നുണ്ട്. അയാൾ വളരെ പെട്ടെന്ന് ഇസ്ലാമിക വേഷമൊക്കെ ധരിച്ച് ഈ പാലസ്തീൻ, ഈ അവിടുത്തെ ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ട്, അവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വസ്ത്രമൊക്കെ ധരിച്ച് യൂണിഫോമൊക്കെ ധരിച്ച് നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ, അതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ആൾക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ്, അയാളുടെ കുടുംബത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാരെ, ഈ FBI പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വരെ അത് ഞെട്ടിച്ചിരിക്കുകയാണ്. അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾ അവർ പുറത്തു വിട്ടിട്ടില്ല. ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെയൊക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അയാൾ ഒരു പാക് ഭീകരനാണ്, ഇപ്പോൾ അമേരിക്കയിൽ ജയിലിൽ കിടക്കുന്നു. ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം അയാൾക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാസ്തവത്തിൽ അമേരിക്കയെ വലിയ തോതിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം, അതും ഒരു ഇന്ത്യൻ വംശജൻ എന്നുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രഹ്ലാദ് അയ്യങ്കാർക്ക് എന്ത് സംഭവിക്കും. ഇത് നെഞ്ച് അരിപ്പയാകുമോ അതോ ഇയാൾ മാനം മര്യാദയ്ക്ക് ജീവിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. തീർച്ചയായും.